മിത്രയും ഭദ്രയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. 1-ാം ക്ലാസ് മുതലുള്ള കൂട്ടാണ് ഇരുവരും തമ്മിൽ. അന്ന് തൊട്ട് ഇന്നും അവർ എല്ലാ കാര്യത്തിനും ഒരുമിച്ചായിരുന്നു. മിത്രയുടെ വീട്ടിൽ നിന്നും അല്പദൂരം മാത്രമേ ഭദ്രയുടെ വീട്ടിലേക്കുള്ളൂ. ഡിഗ്രി 1-ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു മിത്രയുടെ ജീവിതത്തിലേക്ക് ശിവദത്തൻ കടന്നു വരുന്നത്. ഒരിക്കൽ സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞ് കുറച്ച് വൈകിയാണ് രണ്ടാളും കോളേജിൽ നിന്നും ഇറങ്ങിയത്. ബസ് സ്റ്റോപ്പിൽ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു വെഹിക്കിൾ വന്നിറങ്ങിയ 2 ചെറുപ്പക്കാർ അവരെ ശല്യം ചെയ്തത്. അവരുടെ വായിൽ നിന്ന് വരുന്ന അശ്ലീല ചുവയുള്ള വാക്കിൽ ഭദ്രയ്ക്കും മിത്രയ്ക്കും അറപ്പ് തോന്നി. അവരോട് രണ്ടാളും തിരിച്ച് ചൂടാകുക തന്നെ ചെയ്തു. പക്ഷേ പെട്ടെന്ന് മിത്രയുടെ കയ്യിൽ അതിലൊരുത്തൻ കയറി പിടിച്ചു. "ഡാ വിടടാ എന്നെ!" മിത്ര അവനോട് ദേഷ്യത്തിൽ പറഞ്ഞു. ഭദ്രയും അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. "ഹാ, ഇങ്ങനെ കിടന്ന് തിളക്കല്ല മോളെ. രണ്ടാളും ബസ്സിനകത്തുനിന്ന് മുഷിഞ്ഞു കാണും അല്ലേ? സാരല്ല, ചേട്ടന്മാരിലെ കൂടെ. മക്കള് വാ, നമുക്കൊന്ന് കറങ്ങി അടിച്ചിട്ട് വരാന്നേ." മിത്രയുടെ കയ്യിൽ പിടിച്ചവൻ അവരെ രണ്ടാളെയും ആകെ മൊത്തത്തിൽ ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. കൂടെയുള്ളവൻ അത് കേട്ട് ചിരിച്ചു. പെട്ടെന്ന് ആരുടെയോ ചവിട്ടുകൊണ്ട് മിത്രയുടെ കയ്യിൽ പിടിച്ചവൻ താഴേക്ക് തെറിച്ചു വീണു. മിത്രയും ഭദ്രയും ഞെട്ടലോടെ അയാളെ മുഖമുയർത്തി നോക്കി. അവൻ ദേഷ്യത്തോടെ അവന്മാരെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. "ശിവണ്ണ!" മറ്റവൻ അവനെ നോക്കി പേടിയോടെ വിളിച്ചു. വീണ് കിടക്കുന്നവൻ പേടിയോടെ അവനെ നോക്കിക്കൊണ്ട് പെട്ടെന്ന് അവിടെ നിന്നും എഴുന്നേറ്റു. അവന് ശരീരം നല്ലപോലെ വേദനിക്കുന്നുണ്ടായിരുന്നു. "എന്താടാ നീയൊക്കെ കാരണം? പെൺപിള്ളേർക്ക് വഴിയിലൂടെ നടക്കാൻ പറ്റില്ലേ?" അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. സോറി അണ്ണാ, ഞങ്ങളൊരു തമാശയ്ക്ക്." അവർ അവനെ നോക്കി ഉമിനീറിറക്കിക്കൊണ്ട് പറഞ്ഞു. "അവൻ്റെയൊക്കെ തമാശ. ഇനി നിന്നെയൊക്കെ ഈ പരിസരത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞു തരാം." അവൻ ഗൗരവത്തോടെ പറഞ്ഞു. "ഇല്ലണ്ണാ, ഇനി ഇങ്ങനൊന്നും ഉണ്ടാകില്ല. ക്ഷമിക്കണം അണ്ണാ, ക്ഷമിക്കണം പെങ്ങളെ." അവന്മാർ രണ്ടാളും അവരെ രണ്ടാളെയും നോക്കി കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. ഭദ്ര വായും പൊളിച്ച് ഇരുവരെയും നോക്കുന്നുണ്ടായിരുന്നു. അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നാൽ ഈ സമയം അത്രയും മിത്രയുടെ നോട്ടം മുഴുവൻ ശിവയിലായിരുന്നു. നന്നേ വെളുത്ത് ചെറുതായി തടിച്ച ശരീരം, ഗൗരവം നിറഞ്ഞു നിൽക്കുന്ന മുഖമാണ്. അവൻ്റെ ദേഷ്യം എടുത്തു കാണിക്കുന്നത് പോലെ മുഖമാകെ ചുവന്നിട്ടുണ്ട്. അധികം പ്രായമൊന്നുമില്ല. പിരിച്ചു വെച്ച മീശയും ആ കട്ട തടിയും ഭംഗിയിൽ ഒതുക്കി വെച്ച ആ മുടിയും കാണാൻ എന്തൊരു ഭംഗിയാണ്. മിത്ര മനസ്സിൽ ചിന്തിച്ചുപോയി. അവന്മാർ പെട്ടെന്ന് തന്നെ ബൈക്കിൽ കയറിക്കൊണ്ട് ശിവയെ തിരിഞ്ഞു നോക്കി. "എന്താടാ?" ശിവ ദേഷ്യത്തോടെ ചോദിച്ചു. "അണ്ണാ, അത് പിന്നെ..." "കാര്യം പറയടാ," ശിവ ഗൗരവത്തോടെ പറഞ്ഞു. "അതണ്ണാ, ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഇനി അങ്ങനെ ഒന്നും ഉണ്ടാകില്ല," ചവിട്ട് കിട്ടിയവൻ പേടിയോടെ പറഞ്ഞു. ഇത്തവണത്തേക്ക് വെറുതെ വിടുന്നു നിന്നെയൊക്കെ ഞാൻ. പക്ഷേ ഇനി അഭ്യാസം എടുത്താൽ ഇതൊന്നും ആവില്ല, ഓർത്തോ." അവൻ അവർക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു. "ഇല്ല അണ്ണാ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല." "അപ്പോൾ ശരി പെങ്ങന്മാരെ," അവന്മാർ പേടിയോടെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ബൈക്കിൽ കയറിപ്പോയി. ശിവ മിത്രയെയും ഭദ്രയെയും തിരിഞ്ഞു നോക്കി. ഭദ്ര അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവനും അവൾക്കൊരു പുഞ്ചിരി നൽകി. അവൻ മിത്രയെ നോക്കി. അവൾ കണ്ണിമ ചിമ്മാതെ ശിവയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അത് കണ്ട് അവൻ്റെ നെറ്റി ചുളിഞ്ഞുപോയി. ഭദ്രയും അപ്പോഴാണ് മിത്രയെ ശ്രദ്ധിക്കുന്നത്. ശിവയെ തന്നെ നോക്കിക്കൊണ്ട് അവൻ്റെ ചോര മുഴുവൻ ഊറ്റി കുടിക്കുകയാണ് പെണ്ണ്. ഭദ്ര ശിവയെ നോക്കി ഒരു ചമ്മിയ ചിരി കൊടുത്തു. അവൻ ഭദ്രയെ നോക്കിക്കൊണ്ട് മിത്രയുടെ അടുത്തേക്ക് പോയി. അവൻ അടുത്ത് വന്ന് നിന്നതൊന്നും അറിയാതെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് മിത്ര. "പാകത്തിന് ഊറ്റി കുടിക്കടി എൻ്റെ ചോര," ശിവ ഗൗരവത്തോടെ അവളോട് പറഞ്ഞു. മിത്ര ഞെട്ടി. തൻ്റെ മുന്നിൽ നിൽക്കുന്ന ശിവയെ കണ്ട് അവൾ വിളറി വെളുത്തു. ശിവ അവളെ ഗൗരവത്തോടെ നോക്കി. ചമ്മൽ മറച്ചുകൊണ്ട് അവൾ അവനെ നോക്കി ഇളിച്ചു കൊടുത്തു. ഒരു വേള ശിവയുടെ കണ്ണുകളും അവളിലൂടെ മൊത്തത്തിലൊന്ന് അലഞ്ഞുപോയി. വെളുത്തു മെലിഞ്ഞ് അധികം ഉയരമില്ലാത്ത വിടർന്ന കണ്ണുകളും ചുവന്ന അല്പം കട്ടിയുള്ള ചുണ്ടുമാണ് അവൾക്ക്. ആ ചുണ്ടിലേക്ക് തന്നെ അവൻ ഒരു നിമിഷം അറിയാതെ നോക്കി നിന്നുപോയി. അവൻ്റെ നോട്ടം കണ്ട മിത്ര വിറയലോടെ പെട്ടെന്ന് തല താഴ്ത്തി. അത് കണ്ട് ശിവയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. പുഞ്ചിരി മറച്ചു വെച്ചുകൊണ്ട് അവൻ ഒന്ന് മൂളി. "എന്താ നിന്റെ പേര്?" ശിവ ഗൗരവത്തോടെ അവളോട് ചോദിച്ചു. "ശ്രീമിത്ര," അവൾ പതർച്ചയോടെ പറഞ്ഞു. "കോളേജ് വിട്ടാൽ സമയത്ത് വീട്ടിൽ പൊക്കൂടേടി?" പെട്ടെന്ന് അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. മിത്ര ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. അവൻ്റെ മുഖം ദേഷ്യത്താൽ ചുവന്നിരുന്നു. അവളുടെ കണ്ണുകൾ ഭയത്താൽ നിറഞ്ഞു. ഭദ്ര അപ്പോഴേക്കും അവരുടെ അടുത്തേക്ക് വന്നിരുന്നു. "അത് ചേട്ടാ, സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു, അതാ." പേടിയോടെയെങ്കിലും ഭദ്ര അവന് മറുപടി കൊടുത്തു. അവൻ ഭദ്രയ്ക്കുള്ള മറുപടി പോലെ ഒന്ന് മൂളിയെങ്കിലും അവൻ്റെ നോട്ടം മുഴുവൻ മിത്രയിൽ തന്നെ ആയിരുന്നു. അപ്പോഴേക്കും അവർക്ക് പോകാനുള്ള ബസ്സും വന്നു. "ശരി ചേട്ടാ, എന്നാൽ ഞങ്ങൾ പോട്ടെ. ഒരുപാട് നന്ദിയുണ്ട്," ഭദ്ര അവനോട് പുഞ്ചിരിയോടെ പറഞ്ഞപ്പോൾ അവനും അവളെ നോക്കി തലയാട്ടിക്കൊണ്ട് പെട്ടെന്ന് മിത്രയെ ഒന്ന് നോക്കി. എന്നാൽ അവൾ അവനെ മുഖമുയർത്തി നോക്കിയതേയില്ല. അവൻ്റെ പെട്ടെന്ന് ഉയർന്നുപോയ ശബ്ദത്തിൽ അവൾ അത്രയും ഭയന്നിരുന്നു. "എടി വാ പോവാം," ഭദ്ര അത്രയും പറഞ്ഞുകൊണ്ട് മിത്രയുടെ കൈയും പിടിച്ച് ബസ്സിൽ കയറി. ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർ ശിവയെ നോക്കി ഒന്ന് ചിരിച്ചു. അവൻ അയാളെ നോക്കി വെറുതെ ഒന്ന് തലയാട്ടിയതേയുള്ളൂ. ബസ് അവനെ കടന്നുപോയിട്ടും അവൻ ആ വഴിയിലേക്ക് തന്നെ നോക്കി നിന്നു. അവളുടെ നിറഞ്ഞ കണ്ണുകൾ ഓർമ്മയിൽ തെളിഞ്ഞതും അവന് എന്തോ ഒരു വേദന തോന്നി. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം കോളേജ് വിടുന്ന സമയങ്ങളിൽ മിത്രയും ഭദ്രയും ശിവയെ റോഡ് സൈഡിൽ കാണാറുണ്ട്.
ഭദ്ര അവനെ കാണുമ്പോഴേക്കും അടുത്ത് ചെന്ന് സംസാരിക്കും. എന്നാൽ മിത്ര ഒരിക്കൽ പോലും അവൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല. എല്ലാവരും ഭയക്കുന്ന ഒരു തെരുവുഗുണ്ടയാണ് ശിവ എന്ന് ഇതിനോടകം അവർ രണ്ടാളും മനസ്സിലാക്കിയിരുന്നു. പക്ഷേ ന്യായമുള്ള കാര്യങ്ങൾക്ക് മാത്രമേ അവൻ അവൻ്റെ രാക്ഷസ സ്വഭാവം പുറത്തെടുക്കൂ എന്ന് അവൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു തന്നെ അവർ അറിഞ്ഞു. എന്നും റോഡ് സൈഡിൽ അവളെ മാത്രം നോക്കി നിൽക്കുന്ന അവനെ അവളും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ അത് കാര്യമാക്കിയിരുന്നില്ല. എങ്കിലും എന്നും ഇതുതന്നെ ആയപ്പോൾ അവൾ അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. തന്നെ മാത്രം കാണുമ്പോഴുള്ള ആ കണ്ണുകളിലെ തിളക്കം എപ്പോഴോ അവളിലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷം നൽകി. അവൾക്കുള്ളിൽ അവനോടൊരു കുഞ്ഞിഷ്ടം മുട്ടിട്ടു. അവളെ കാണാൻ വേണ്ടിയാണ് അവൻ അവിടെ കാത്തു നിൽക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കിയത് ഭദ്രയായിരുന്നു. അവൾ അവളുടെ ശിവേട്ടനെ ഇതിനോടകം സ്വന്തം ഏട്ടനായി കാണാൻ തുടങ്ങിയിരുന്നു. ഭദ്രയുടെ സംശയം അവൾ അവനോട് നേരിട്ട് ചോദിച്ചപ്പോൾ ഒരു പുഞ്ചിരി മാത്രമാണ് അവൻ അതിന് മറുപടിയായി നൽകിയത്. ഭദ്ര ഈ കാര്യങ്ങളൊന്നും മിത്രയോട് പറഞ്ഞിരുന്നില്ല. അവരെ തമ്മിൽ സംസാരിപ്പിക്കാൻ എന്താണ് വഴിയെന്ന് മാത്രമാണ് അവൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ആദ്യമൊക്കെ അവൻ ഒറ്റയ്ക്ക് ബുള്ളറ്റിലാണ് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ പിന്നീട് ഇടയ്ക്കെല്ലാം അവൻ്റെ സുഹൃത്തുക്കളും അവനോടൊപ്പം വരാൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ഭദ്രയും മിത്രയും അവരോടെല്ലാം നല്ല കൂട്ടായിരുന്നു. എങ്കിലും ശിവയുടെ അടുത്തേക്ക് ഒരിക്കൽ പോലും അവൾ സംസാരിക്കാൻ പോയിട്ടില്ല. അവനും അവളെ നോക്കുകയല്ലാതെ അവളോട് സംസാരിച്ചിരുന്നു. വിഷ്ണു, അതായിരുന്നു അവൻ്റെ പേര്. ശിവയുടെ കൂടെ അവൻ്റെ ബുള്ളറ്റിൽ മാത്രമേ അവനെ കണ്ടിട്ടുള്ളൂ. അവനല്ലാതെ ആരും ശിവയുടെ ബുള്ളറ്റിൽ കയറാറില്ല. ഭദ്ര തന്നെയായിരുന്നു അവനോട് ആദ്യം അങ്ങോട്ട് പോയി സംസാരിച്ചത്. ഒരു പാവം ശുദ്ധൻ, അതായിരുന്നു വിഷ്ണു. അമ്മയും അച്ഛനും അനിയത്തിയും മാത്രമടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ് അവൻ്റേത്. അച്ഛൻ സാധാ ഒരു കൃഷിക്കാരനാണ്. അമ്മ ജോലിയൊന്നും ചെയ്യുന്നില്ല. വിഷ്ണു ആകെ +2 വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അച്ഛന് വയ്യാതായപ്പോൾ അവൻ അവൻ്റെ പഠനം ഉപേക്ഷിച്ച് അച്ഛൻ്റെ സുഹൃത്തിൻ്റെ വർക്ക്ഷോപ്പിൽ ജോലിക്ക് പോയി തുടങ്ങിയിരുന്നു. വിഷ്ണുവിന് വെറും 20 വയസ്സുള്ളപ്പോഴാണ് അവനൊരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. ഓവർ സ്പീഡിൽ വന്ന ഒരു കാർ ഇടിച്ചിട്ടതായിരുന്നു. റോഡിൽ ചോരയിൽ കുളിച്ച് കിടക്കുന്ന അവനെ രക്ഷിക്കാൻ ആരും തയ്യാറായിരുന്നില്ല. ഒരു കൊട്ടേഷൻ വർക്ക് കഴിഞ്ഞ് ആ വഴിയിലൂടെ ബുള്ളറ്റിൽ വരികയായിരുന്ന ശിവ അപ്പോഴാണ് ശരീരം മൊത്തം ചോരയിൽ കുളിച്ച് കിടക്കുന്ന വിഷ്ണുവിനെ കാണുന്നത്. ആ വഴിയിലൂടെ വന്ന ഓട്ടോക്കാരെ ഭീഷണിപ്പെടുത്തി അവൻ അതേ ഓട്ടോയിൽ തന്നെ വിഷ്ണുവുമായി ഹോസ്പിറ്റലിലെത്തി. അവൻ്റെ ചികിത്സാ കാര്യങ്ങളെല്ലാം നോക്കിയത് ശിവ തന്നെയായിരുന്നു. അന്ന് തൊട്ട് തുടങ്ങിയ കൂട്ടാണ് ശിവയും വിഷ്ണുവും തമ്മിൽ. ആരോരുമില്ലാത്ത ശിവയ്ക്ക് വിഷ്ണു സ്വന്തം അനിയനായി. അവൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയും ശിവയുടെയും സ്വന്തമായി. വയസ്സുകൊണ്ട് ശിവയേക്കാൾ ചെറുതാണെങ്കിലും വിഷ്ണു ശിവയെ പേരാണ് വിളിക്കുന്നത്. ശിവയ്ക്കും അതുതന്നെയായിരുന്നു ഇഷ്ടവും. അന്ന് തൊട്ട് ഇന്നോളം അവൻ്റെ ബുള്ളറ്റിൽ കയറാനുള്ള അവകാശം അത് വിഷ്ണുവിന് മാത്രമാണ്. വിഷ്ണുവിൻ്റെ കുറുമ്പോടെയുള്ള സംസാരവും അവൻ്റെ എല്ലാവരോടുള്ള സ്നേഹവും കണ്ട് ഭദ്രയ്ക്ക് അവനോടൊരു ഇഷ്ടം തോന്നി. അവൾ തന്നെയാണ് അവനോടത് തുറന്നു പറഞ്ഞതും. എപ്പോഴും കുറുമ്പ് കാട്ടി നടക്കുന്ന ഭദ്രയെ വിഷ്ണുവിനും ഇഷ്ടമായിരുന്നു. പക്ഷേ ഭദ്ര വലിയ വീട്ടിലെ കുട്ടിയായിരുന്നത് കൊണ്ട് തന്നെ അവൻ അവൻ്റെ ഇഷ്ടം അവളോട് തുറന്നു പറഞ്ഞില്ല. ഭദ്ര തുറന്നു പറഞ്ഞപ്പോൾ അവൻ അവളോട് അങ്ങനെ ഒരു ഇഷ്ടമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയും ചെയ്തു. അവൻ്റെ പുറകെ നടന്ന് നടന്ന് അവനെ സ്നേഹം കൊണ്ട് മൂടി അവനെക്കൊണ്ട് തന്നെ ഒടുവിൽ അവൾ ഇഷ്ടമാണെന്ന് പറയിപ്പിച്ചു. അതിനുശേഷം ഭദ്ര ഒരുപാട് ഹാപ്പിയായിരുന്നു. പിന്നീട് അവരുടെ പ്രണയകാലമായിരുന്നു. അപ്പോഴും പരസ്പരം ഒന്നും സംസാരിക്കാതെ ശിവയും മിത്രയും അവരുടെ ഉള്ളിലെ പ്രണയം കൊണ്ട് മുന്നോട്ട് പോയി. ഡിഗ്രി 2ാം വർഷത്തിൻ്റെ തുടക്കത്തിൽ ഒരു ദിവസമായിരുന്നു മിത്രയും ഭദ്രയും ആ കാഴ്ച കാണുന്നത്. ബസ്സിൽ വീട്ടിലേക്ക് പോകുന്നത് വഴിയാണ് ആരുടെയോ വയറ്റിലേക്ക് കത്തി കുത്തിയിറക്കുന്ന ശിവയെ മിത്രയും ഭദ്രയും കാണുന്നത്. ആദ്യമായി കാണുന്ന അവൻ്റെ ആ രൗദ്രഭാവത്തിൽ മിത്രയും ഭദ്രയും വിറച്ചു പോയിരുന്നു. മിത്രയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തന്നെ നോക്കുന്ന കണ്ണുകളിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ക്രൂരമായ ഭാവത്തിൽ മിത്ര പേടിച്ചുപോയി. മുന്നിൽ നിൽക്കുന്നവനെ ക്രൂരമായ മുഖത്തോടെ നോക്കി ശിവ അവനെ കുത്തി നിലത്തേക്ക് തള്ളിയിട്ടു. മുഖമുയർത്തിയ ശിവയുടെ നോട്ടം ആദ്യം പോയത് നിർത്തിയിട്ട ആ ബസ്സിലേക്ക് തന്നെയായിരുന്നു. പേടിച്ചരണ്ട മുഖത്തോടെ തന്നെ നോക്കുന്ന മിത്രയെയും ഭദ്രയെയും കണ്ട് ശിവ തറഞ്ഞു നിന്നു. അവർ തന്നെ ഇങ്ങനൊരു മുഖത്തോടെ ഒരിക്കലും കാണരുതെന്ന് ശിവ ആഗ്രഹിച്ചിരുന്നു. അതാണിപ്പോൾ നടന്നിരിക്കുന്നത്. ശിവയുടെ നോട്ടം കണ്ട് അവൻ്റെ കൂട്ടുകാരും അവൻ നോക്കുന്നിടത്തേക്ക് നോക്കി. മിത്രയെയും ഭദ്രയെയും അപ്രതീക്ഷിതമായി കണ്ട അവരും ഞെട്ടിയിരുന്നു. അപ്പോഴേക്കും പോലീസ് വന്ന് ശിവയെയും കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്തു. ഇനിയും ഒന്നും കാണാൻ കഴിയില്ലാത്തതുപോലെ മിത്ര കണ്ണുകൾ ഇറുക്കി അടച്ചു. കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങി. പിറ്റേന്ന് കോളേജിലേക്ക് പോകുമ്പോൾ മിത്രയുടെ മനസ്സിൽ മുഴുവൻ ഇന്നലെ കണ്ട കാഴ്ചയായിരുന്നു. രാത്രി മുഴുവൻ ആ പേടിപ്പെടുത്തുന്ന സംഭവം സ്വപ്നത്തിലൂടെ അവളെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. രാത്രിയിൽ അവൾക്ക് നന്നായി പനിച്ചിരുന്നത് കൊണ്ട് തന്നെ കോളേജിൽ പോകണ്ട എന്ന് അവളോട് അവളുടെ അച്ഛൻ പറഞ്ഞതാണ്. പക്ഷേ അവൾ കേട്ടില്ല. മിത്രയ്ക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ. പ്രസവത്തോടെ തന്നെ അവളുടെ അമ്മ മരിച്ചിരുന്നു. കുടുംബപരമായി സ്വത്തുള്ള വലിയ കുടുംബമാണ് മിത്രയുടേത്. അവളുടെ അച്ഛൻ ഗോവിന്ദന് 3 അനിയന്മാരും ഒരു അനിയത്തിയുമാണുള്ളത്. അവരുടെയെല്ലാം വിവാഹം കഴിഞ്ഞതുകൊണ്ട് വേറെയാണ് താമസം. സ്വത്തുകൾ എല്ലാവർക്കും വീതം വെച്ച് നൽകിയിരുന്നു. മരിക്കുന്നതിന് മുന്നേ തന്നെ ഗോവിന്ദൻ്റെ അച്ഛൻ. ഗോവിന്ദൻ്റെ അനിയന്മാരെല്ലാം സ്വത്തിനോട് ആർത്തിയുള്ളവരായിരുന്നു. അയാളുടെ അനിയത്തി ഗോപിക മാത്രം ഒരു പാവമായിരുന്നു.
എല്ലാവരും സ്വത്തുക്കൾ ധൂർത്തടിച്ച് നശിപ്പിച്ചപ്പോൾ ഗോവിന്ദൻ മാത്രം അതുകൊണ്ട് സ്വന്തമായൊരു ബിസിനസ് തുടങ്ങിയിരുന്നു. ഇന്ന് അവരുടെ ബിസിനസ് ശൃംഖല വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഗോവിന്ദൻ്റെ അനിയന്മാർക്ക് അയാളോട് അസൂയുണ്ടായിരുന്നു. കോളേജ് വിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേ കണ്ടു തങ്ങളെ കാത്തു നിൽക്കുന്ന ശിവയെയും കൂട്ടരെയും. അവർക്കൊപ്പം വിഷ്ണുവും ഉണ്ടായിരുന്നു. ഇന്നലെ നടന്ന സംഭവം രാത്രി ഏറെ വൈകിയാണ് വിഷ്ണു അറിഞ്ഞത്. വർക്ക് കഴിഞ്ഞ് അവൻ നേരെ സ്റ്റേഷനിലേക്ക് എത്തുമ്പോഴേക്കും ശിവയും കൂട്ടരും ജാമ്യത്തിലിറങ്ങി വീട്ടിലേക്ക് പോയിരുന്നു. ശിവ വിഷ്ണുവിനോട് അവിടെ വെച്ച് മിത്രയും ഭദ്രയും അവരെ കണ്ട കാര്യം പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ നേരിൽ കണ്ട് സംസാരിക്കുകയാണ് ഇന്ന് അവരെ കാത്തു നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം. ഭദ്രയെ കണ്ടതും വിഷ്ണു വേഗം അവൾക്കടുത്തേക്ക് പോയി. ഭദ്ര ശിവയെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു. ശിവയ്ക്ക് വേദന തോന്നി. അല്ലെങ്കിൽ ശിവേട്ട എന്ന് വിളിച്ച് ഓടി വരുന്ന പെണ്ണാണ്. അവൻ്റെ കണ്ണുകൾ മിത്രയിലേക്ക് പോയി. ആരെയും തലയുയർത്തി നോക്കാതെ തല കുനിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവൾ. വിഷ്ണുവിനെ കണ്ടതും ഭദ്ര വേഗം അവനെ കെട്ടിപ്പിടിച്ചു. വിച്ചേട്ടാ, ശിവേട്ടൻ ഇന്നലെ. അവൾ അവനോട് ചേർന്ന് നിന്നുകൊണ്ട് വിറയലോടെ എന്തോ പറയാൻ ശ്രമിച്ചു. ഇല്ലടാ, ഒന്നുമില്ല, വിഷമിക്കല്ലേ, എല്ലാം വിച്ചേട്ടൻ പറയാം, അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ തലയിൽ തലോടി. അവൾ അവനെ നോക്കി കൊച്ചുകുട്ടികളെ പോലെ തലയാട്ടി. വിഷ്ണു മിത്രയെ നോക്കി. അതേ നിമിഷം തന്നെയായിരുന്നു അവളും അവനെ നോക്കിയത്. അവളുടെ ചുവന്നു കലങ്ങിയ കണ്ണ് കാണെ അവന് വേദന തോന്നി. മിത്രമോളെ, അവൻ സ്നേഹത്തോടെ വിളിച്ചു. അവൾ അവനെ നോക്കി വെറുതെ ഒന്ന് മൂളി. മോളെ, ശിവയ്ക്ക് മോളോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് വിഷ്ണു പറഞ്ഞപ്പോൾ മിത്ര ഞെട്ടലോടെ അവനെ നോക്കി. അവളുടെ കണ്ണുകൾ റോഡിന് എതിർവശത്തു നിന്നും തൻ്റെ നേരേക്ക് നടന്നു വരുന്ന ശിവയിൽ പതിഞ്ഞു. അവൾ അവനെ പേടിയോടെ നോക്കി. ശിവ അവളുടെ മുന്നിലേക്ക് വന്നു. അവൾ പെട്ടെന്ന് തലതാഴ്ത്തി നിന്നു. അവൻ്റെ കണ്ണുകൾ ഭദ്രയിലേക്കൊന്ന് പോയി. തന്നെ പേടിയോടെ നോക്കുന്ന അവളെ കാണെ അവനുള്ളിൽ എന്തോ ഒരു വേദന. വിഷ്ണു അവനെ നോക്കി ഒന്നുമില്ല എന്ന പോലെ കണ്ണ് ചിമ്മിക്കൊണ്ട് ഭദ്രയുമായി മാറി നിന്നു. ശ്രീമിത്ര, എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ആദ്യമായി അവനെ നേരിൽ കണ്ട ദിവസത്തിന് ശേഷം അവൻ ഒരിക്കൽ പോലും അവളോട് ഇതുവരെയും സംസാരിച്ചിരുന്നില്ല. 1 വർഷത്തിന് ശേഷം അവൻ ആദ്യമായി അവളോട് സംസാരിച്ചിരിക്കുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. ശ്രീമിത്ര, ഞാൻ തന്നോടാണ് പറയുന്നത്. എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അവൻ്റെ ശബ്ദത്തിൽ പെട്ടെന്ന് ഗൗരവം കലർന്നുപോയി. എനിക്കൊന്നും സംസാരിക്കാനില്ല. അവൾ വിറച്ചുകൊണ്ട് അവന് മറുപടി കൊടുത്തു. നീ സംസാരിക്കണ്ട, പക്ഷേ എനിക്ക് സംസാരിക്കണം. ഇത്തവണ ആ ശബ്ദത്തിൽ ദേഷ്യം കലർന്നിരുന്നു. മിത്ര ഭയത്തോടെ അവനെ മുഖമുയർത്തി നോക്കി. നടക്കടി എൻ്റെ പുറകെ, അവൻ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. അവനെ പേടിയുള്ളത് കൊണ്ട് തന്നെ അവൾ അവന് പുറകെ നടന്നു. റോഡ് സൈഡിൽ നിന്നും അല്പം മാറി ഉള്ളിലേക്കുള്ള ഒരു വഴിയിലേക്ക് ശിവ കയറി നിന്നു. മിത്ര പേടിയോടെ അവൻ്റെ ഒപ്പം തന്നെ വന്നു. ശിവ പതിയെ സംസാരിച്ചു തുടങ്ങി. ശ്രീമിത്ര, ഇന്നലെ താൻ എന്നെ അവിടെ നിന്നും കണ്ടത് ഞാനും കണ്ടിരുന്നു. അവൻ പറഞ്ഞപ്പോൾ അവൾ അവനെ ഒന്ന് വെറുതെ നോക്കിയതേയുള്ളൂ. ന്യായമുള്ള കാര്യത്തിന് മാത്രമേ ശിവ ഇറങ്ങി പുറപ്പെടൂ. അവനില്ലേ ഇന്നലെ ഞാൻ കുത്തിയവൻ. വെറും 18 വയസ്സ് മാത്രമുള്ളൊരു കുഞ്ഞിനെ കോളേജ് വിട്ട് വരുന്ന വഴി തട്ടിക്കൊണ്ടുപോയി അവളെ ക്രൂരമായി പീഡിപ്പിച്ചു. ചേറ്റ. അവൻ്റെ പല്ലുകൾ ദേഷ്യത്താൽ മുറുകി. ഞെട്ടലോടെ അവനെ നോക്കി മിത്ര. സത്യമാണ്, ആ കുട്ടിയെ കാര്യം കഴിഞ്ഞ് അവൻ തന്നെ വീട്ടിൽ കൊണ്ടുപോയാക്കി. അതാരോടെങ്കിലും പറഞ്ഞാൽ അവളെയും കുടുംബത്തെയും കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി. ആ കുട്ടിയുടെ അച്ഛനോട് ബിസിനസ്സിലുള്ള എന്തോ തെറ്റുകൊണ്ടാണെന്ന് പോലും. പക്ഷേ ആ കുട്ടി പേടിച്ചിട്ടാണെങ്കിലും വീട്ടിൽ കാര്യം പറഞ്ഞു. കേസായാൽ നാളത്തെ വാർത്തയിൽ ഒരു ഇരയായി മാത്രം, നീതി കിട്ടാതെ ആളുകൾക്കിടയിൽ അപമാനിതയായി അവൾ ഒതുങ്ങിപ്പോകുമെന്ന് ആ അച്ഛന് അറിയാമായിരുന്നു. എന്നെ വിളിച്ച് സങ്കടം പറഞ്ഞു. കേട്ടപ്പോൾ ആ പന്ന മോൻ്റെ കഴപ്പ് മൂക്കുന്ന ആ അവയവം അറുത്തു മാറ്റാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു എനിക്ക് ഇന്നലെ. അതുകൊണ്ടാണ് അവനെ ഞാൻ പറഞ്ഞുകൊണ്ട് അവൻ അവളൊന്ന് നോക്കി. ആ കുട്ടിയുടെ അച്ഛൻ തന്നെയാണ് ഞങ്ങളെ ജാമ്യത്തിലിറക്കിയത്. ഇനി ആ കേസ് തലപൊക്കില്ല. അത് അയാൾ തന്നെ ഒതുക്കി തീർത്തു, അവൻ പറഞ്ഞു നിർത്തി. അവൾ നിറഞ്ഞ കണ്ണോടെ അവനെ നോക്കി നിൽക്കുകയായിരുന്നു. ശിവയ്ക്ക് എന്തോ പേടി തോന്നി. അവൾ തന്നെ വെറുത്താൽ പിന്നെ താനില്ല. അവൻ്റെ ഹൃദയം നൊന്തു. പക്ഷേ പെട്ടെന്ന് അവനെ പോലും ഞെട്ടിച്ചുകൊണ്ട് അവൾ അവനെ കെട്ടിപ്പിടിച്ചു. ശിവയുടെ ശരീരം വിറച്ചുപോയി. അവൾ അവനെ വീണ്ടും വീണ്ടും ഇറുക്കി പിടിച്ചുകൊണ്ടിരുന്നു. ഞാൻ പേടിച്ചു പോയി ദത്തേട്ടാ. ഏട്ടൻ എന്തെങ്കിലും സംഭവിച്ച പിന്നെ എനിക്കാരാ? സ്നേഹിച്ചു പോയി ഞാൻ. നഷ്ടപ്പെടുത്താനാവില്ല എനിക്ക്. അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ ചുണ്ടമർത്തി. കേട്ട വാക്കുകളിൽ ശിവ വിറച്ചുപോയി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ പെട്ടെന്ന് അവളെ അവനിൽ നിന്നും അകറ്റി നിർത്തി. അവൾ തലതാഴ്ത്തി നിന്നു. അവൻ ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ മുഖം പിടിച്ചുയർത്തി. അവൾ ചുവന്ന മുഖത്തോടെ നിൽക്കുന്നുണ്ട്. എന്താ പറഞ്ഞത്? കാറ്റുപോലുള്ള ശബ്ദത്തിൽ അവൻ ചോദിച്ചു. മിത്രയിൽ പതർച്ച. പറയേ, അവൻ ആർദ്രമായി ചോദിച്ചു. അവൾ അവൻ്റെ കണ്ണിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. അവൾക്ക് ചമ്മൽ തോന്നി. അവൾ പെട്ടെന്ന് അവൻ്റെ അടുത്തു നിന്നും അകന്നു നിന്നു. ശിവ കുറുമ്പോടെ അവളെ തന്നെ നോക്കി. ഞാൻ പോവുക. അവൾ അത്രയും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവനിൽ നിന്നും തിരിഞ്ഞു. എന്നാൽ ശിവ അവളെ അതിനനുവദിക്കാതെ അവളുടെ വയറിൽ പിടിച്ചുകൊണ്ട് അവളെ മതിലിനോട് ചേർത്ത് നിർത്തി. മിത്രയുടെ ഉടൽ വിറച്ചുപോയി. അവൾ അവനെ നോക്കാതെ തല താഴ്ത്തി. അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ശ്രീ.
അവൻ്റെ പ്രണയത്തോടെയുള്ള സ്വരം. ഞെട്ടലോടെ മിത്ര അവനെ മുഖമുയർത്തി നോക്കി. അവൾ നോക്കിയ അതേ സമയം തന്നെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറുകയിൽ പതിഞ്ഞു കഴിഞ്ഞിരുന്നു. മിത്രയുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞുപോയി. അവൻ പെട്ടെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. മിത്ര ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും അവനെ എതിർക്കാതെ അവൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങി നിന്നു. ശ്രീ, അവൻ വിളിച്ചു. പേടിച്ചു പോയോ ഇന്നലെ? അവൻ സ്നേഹത്തോടെ അവളുടെ പുറത്ത് തലോടിക്കൊണ്ട് ചോദിച്ചു. അവൾ കണ്ണു നിറച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ കിടന്നു മൂളി. സാരില്ല കേട്ടോ, അവൻ പറഞ്ഞപ്പോൾ അവൾ ഒന്നുകൂടി അവനെ ഇറുകെ പുണർന്നു. ശ്രീ മോളെ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, അവൻ്റെ നെഞ്ചിൽ കിടക്കുന്ന ആ പെണ്ണിനോട് അവൻ പതിയെ പറഞ്ഞു. അവളുടെ മുഖം ചുവന്നുപോയി. എനിക്കറിയാം, അവൾ പറഞ്ഞുകൊണ്ട് വീണ്ടും അവിടെ തന്നെ മുഖം അമർത്തി നിന്നു. അവൻ ചിരിച്ചുപോയി. എങ്ങനെ അറിയാം നിനക്ക്? അവൻ കുറുമ്പോട് ചോദിച്ചു. ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഈ കണ്ണ് എന്നെ മാത്രം നോക്കുമ്പോൾ ഇങ്ങനെ തിളങ്ങുന്നത്. അവൾ അവൻ്റെ കണ്ണിലേക്ക് നോക്കി ആർദ്രമായി പറഞ്ഞു. എനിക്കും അറിയാമായിരുന്നു. അവനും അതുപോലെ പറഞ്ഞപ്പോൾ അവൾ നാണത്തോടെ ചിരിച്ചു. എന്നെപ്പോലൊരു വാടക കൊണ്ടേ കല്യാണം കഴിച്ച് നീ ജീവിതം പാഴാക്കരുതെന്ന് കരുതിയാണ് ശ്രീ ഞാൻ നിന്നിൽ നിന്നും അകന്നു നിന്നത്. ആദ്യം കണ്ടപ്പോഴേ നിന്നോട് എനിക്ക് വല്ലാത്തൊരിഷ്ടം തോന്നിയിരുന്നു. അവൻ പറഞ്ഞുകൊണ്ട് അവളെ കൂടുതൽ ഇറുക്കി പിടിച്ചു. പിന്നെ ഇപ്പം എന്തിനാ പറഞ്ഞേ? അവൾ കുറുമ്പോടെ ചോദിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ പല്ലുകൾ ആഴ്ത്തി. എടി പട്ടിക്കുട്ടി! അവൻ അവളെ അവൻ്റെ നെഞ്ചിൽ നിന്നും മാറ്റിക്കൊണ്ട് കൂർപ്പിച്ചു നോക്കി. അവൾ കുറുമ്പോടെ അവനെ നോക്കി ചിരിച്ചതും അവൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി മിന്നിപ്പോയി. പിന്നെ ഇപ്പം എന്തിനാ എന്നെ ഇഷ്ടമെന്ന് പറഞ്ഞ് അവൾ വീണ്ടും ചോദിച്ചു. അവൻ കുറുമ്പോടൊന്ന് ചിരിച്ചു. എൻ്റെ ചുന്ദരി പെണ്ണ് എന്നോട് മാത്രം ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ സങ്കടം തോന്നുക, അർഹതയില്ലെങ്കിലും നിന്നെ വേണമെന്ന് തോന്നുക. അവൻ സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ അവൾ അവൻ്റെ മുഖം കയ്യിലെടുത്തു. ദത്തേട്ടന് മാത്രമേ അർഹതയുള്ളൂ എന്നെ സ്വന്തമാക്കാൻ, എൻ്റെയല്ലേ? അവൾ പ്രണയത്തോടെ പറഞ്ഞു. ആണോ, നിൻ്റെയാ? അവൻ കുറുമ്പോട് ചോദിച്ചു. അതെ, അവൾ നാണത്തോടെ മറുപടി പറഞ്ഞു. അവൻ അവളെ ചേർത്ത് പിടിച്ചു. അതേ, കഴിഞ്ഞില്ലേ? പുറകിൽ നിന്നും കുറുമ്പോടെയുള്ള ഭദ്രയുടെ ശബ്ദം കേൾക്കെ ശിവയും മിത്രയെ തിരിഞ്ഞു നോക്കി. മിത്ര പിടഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവനിൽ നിന്നും അകന്നു നിന്നു. വിച്ചുവും അവൻ്റെ കൂട്ടുകാരും എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. ഭദ്ര പെട്ടെന്ന് വന്ന് ശിവയെ കെട്ടിപ്പിടിച്ചു. ശിവ അവളെ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചു. സോറി ശിവേട്ട, ഇന്നലെ അങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. ശിവേട്ടൻ അയാളെ കുത്തുന്നത് കണ്ടപ്പോൾ അവൾ കണ്ണ് നിറച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. ശിവ അവളെ അകറ്റി നിർത്തി അവളുടെ കണ്ണ് തുടച്ചു കൊടുത്തു. സാരമില്ല മോളെ, ഏട്ടന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അവൻ സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. പിന്നീട് എല്ലാവരും ചേർന്ന് മിത്രയും ശിവയും കളിയാക്കാൻ തുടങ്ങി. അവരുടെ പ്രണയം പറയാതിരിക്കാനുള്ള കാരണം എല്ലാം അവർ ചോദിച്ചറിഞ്ഞു. പിന്നീടുള്ള നാളുകൾ ശിവയുടെയും മിത്രയുടെയും പ്രണയത്തിൻ്റെതായിരുന്നു. ശിവ കൊച്ചു കുഞ്ഞിനെ പോലെയാണ് അവളെ നോക്കിയിരുന്നത്. ആരോരുമില്ലാത്ത അവനെ സ്നേഹിക്കാൻ അവന് സ്വന്തമായി ദൈവം കൊടുത്ത നിധിയായിരുന്നു മിത്ര. ഇതിനിടയിൽ പല അടിപിടി കേസിലും ശിവയെ പോലീസ് പിടിച്ചു. അപ്പോഴൊക്കെ അവൾ അവനോട് ഈ പണി നിർത്താൻ ആവശ്യപ്പെടും. അത് കേൾക്കുമ്പോൾ അവൻ അവളോട് വല്ലാതെ ദേഷ്യപ്പെടുമായിരുന്നു. അവന് ദേഷ്യം വന്നാൽ അവൻ അവളോട് നന്നായി തന്നെ ദേഷ്യം കാണിക്കും. പക്ഷേ അവളുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ അവനത് സഹിക്കാനും കഴിയില്ല. വല്ലപ്പോഴുമുള്ള ആലിംഗനത്തിലൂടെയും ഇടയ്ക്കിടയ്ക്ക് നെറ്റിയിൽ നൽകുന്ന ചുംബനത്തിലൂടെയും അവരുടെ പ്രണയം മുന്നോട്ടു പോയി. ഭദ്ര വീട്ടിലെല്ലാവരോടും വിഷ്ണുവിനോടുള്ള അവളുടെ ഇഷ്ടം തുറന്നു പറഞ്ഞു. അവളുടെ അമ്മയ്ക്ക് ചെറിയ എതിർപ്പുണ്ടായിരുന്നെങ്കിലും മകളുടെ ഇഷ്ടത്തിന് അവരൊന്നും എതിര് നിന്നില്ല. ഡിഗ്രി കഴിഞ്ഞിട്ട് പോരെ കല്യാണമെന്ന് അവളുടെ വീട്ടുകാർ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് ഉടനെ തന്നെ എൻ്റെ വിച്ചേട്ടൻ്റെ ആകണം എന്നതായിരുന്നു അവളുടെ മറുപടി. പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു. അവരുടെ വിവാഹം ആഡംബരമായി തന്നെ നടത്തി. അങ്ങനെ ശ്രീഭദ്ര വിഷ്ണുവിന് സ്വന്തമായി. ഭദ്രയുടെ വിവാഹത്തിൻ്റെ അന്ന് തന്നെ മിത്ര അവളുടെ അച്ഛനോട് അവൾക്ക് ശിവയോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞു. ആദ്യമായി അയാൾ അന്ന് മിത്രയെ അടിച്ചു. ശിവയെപ്പോലെ ഒരു വാടക കുണ്ടയുമായി ഒരിക്കലും അവളുടെ വിവാഹം നടത്തില്ല എന്ന് അയാൾ ഉറപ്പിച്ചു പറഞ്ഞു. അമ്മയില്ലാതെ വളർത്തിയ തൻ്റെ മകളെ ആദ്യമായി അടിച്ചതോർത്ത് ഗോവിന്ദന് വേദന തോന്നി. അയാൾ രാത്രിയിൽ അവളോട് സ്നേഹത്തോടെ സംസാരിച്ചു. മോൾക്ക് അവനെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അച്ഛനെതിരെ നിൽക്കുന്നില്ല. പക്ഷേ എൻ്റെ മോളെ അച്ഛൻ്റെ കണ്ണടയുന്നത് വരെ ദീർഘസുമംഗലിയായി കാണാനാണ് അച്ഛൻ ആഗ്രഹിക്കുന്നത്. അയാൾ അവളെ ചേർത്ത് പിടിച്ച് സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ മിത്ര ഞെട്ടലോടെ അയാളെ മുഖമുയർത്തി നോക്കി. അച്ഛാ, അവൾ ഇടർച്ചയോടെ വിളിച്ചു. മോളുടെ അമ്മ പോയ ശേഷം ഒരു കൂട്ട് വേണമെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല മോളെ. ഞാൻ ജീവിച്ചതും ഈ ഉണ്ടാക്കി വെച്ചതും മുഴുവനും നിനക്ക് വേണ്ടി മാത്രമാണ്. അങ്ങനെയുള്ള എൻ്റെ പൊന്നുമോളെ എങ്ങനെയാണ് ഒരു വാടക കുണ്ടയ്ക്ക് അച്ഛൻ വിവാഹം കഴിച്ചു നൽകുക? അയാൾ വേദനയോടെ ചോദിച്ചപ്പോൾ അവളുടെ കണ്ണുകളും നിറഞ്ഞുപോയി. അച്ഛാ, അവൾ അച്ഛൻ്റെ നെഞ്ചിൽ പതുങ്ങിയിരുന്നു. അച്ഛൻ്റെ കുട്ടിക്ക് അവനെ മതിയെങ്കിൽ അച്ഛൻ വിവാഹം കഴിച്ചു നൽകാം. അയാൾ പറഞ്ഞപ്പോൾ അവൾ വിടർന്ന മുഖത്തോടെ അയാളെ നോക്കി. പക്ഷേ അയാൾ അത്രയും പറഞ്ഞുകൊണ്ട് അവളെ ഒന്ന് നോക്കി. പക്ഷേ അവൻ്റെ ഈ ഗുണ്ടാപണി നിർത്തണം. നമുക്ക് ഇത്രയും ബിസിനസ് ഉണ്ടല്ലോ, അതൊക്കെ അവൻ നോക്കി നടത്തട്ടെ. അയാൾ പറഞ്ഞുകൊണ്ട് അവളെ ഒന്ന് നോക്കി. ദത്തേട്ട അനുസരിക്കില്ല അച്ഛാ, അവൾ കണ്ണുനീരോടെ പറഞ്ഞു. അനുസരിക്കണം, എൻ്റെ മോൾ അനുസരിപ്പിക്കണം. എന്നാൽ അച്ഛൻ നിങ്ങളുടെ വിവാഹം നടത്തിത്തരാം. അയാൾ പറഞ്ഞപ്പോൾ അവൾ വെറുതെ തലകുലുക്കി. പക്ഷേ മോൾ അച്ഛനോട് മോൾക്ക് അവനോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞത് അവൻ അറിയരുത്.
ഒന്നും അറിയിക്കാതെ വേണം മോൾ അവനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ. അച്ഛൻ എല്ലാം അറിഞ്ഞെന്ന് അറിഞ്ഞാൽ ചിലപ്പോൾ അവന് എന്തെങ്കിലും ദേഷ്യം തോന്നിയാലോ? അച്ഛൻ അനുസരിപ്പിക്കാൻ നോക്കുകയാണെന്ന് തോന്നിയാലോ? അയാൾ പറഞ്ഞപ്പോൾ അവൾക്കും അത് ശരിയാണെന്ന് തോന്നി. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം അവൾ അവനോട് അവൻ്റെ കൊട്ടേഷൻ ജോലി നിർത്താൻ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പോഴെല്ലാം അവൻ അവളോട് നല്ല രീതിയിൽ ഒച്ച ഉയർത്തുന്നുണ്ടായിരുന്നു. അവന് ആ ജോലി നിർത്താൻ താല്പര്യം തന്നെയില്ലായിരുന്നു. ഒരിക്കൽ അവൾ അവനോട് ചൂടായിക്കൊണ്ട് തന്നെ കാര്യം പറഞ്ഞു. നിനക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ പുറത്താൽ മതിയുടെ പുല്ലേ, അല്ലെങ്കിൽ ഇട്ടേച്ചു പോ. അതാണ് അവൻ്റെ വായിൽ നിന്ന് വന്ന വാക്ക്. അന്ന് രാത്രി എതിർഭാഗത്തുള്ള ഗുണ്ടകൾ തമ്മിലുള്ള വാക്ക് തർക്കത്തിനൊടുവിൽ അവരിൽ ഒരാൾ ശിവയെ കുത്തി. പ്രതീക്ഷിക്കാതെ കിട്ടിയ ആ കുത്തിൽ ശിവ വീണുപോയി. ഹോസ്പിറ്റലിലെത്തി ബോധം തെളിഞ്ഞപ്പോൾ അവൻ ആദ്യം അന്വേഷിച്ചത് മിത്രയെയാണ്. അവളോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതുവരെയും വന്നില്ല എന്ന് ഭദ്ര കരഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവനെ കാണാൻ അവൾ വന്നു. മിത്രയെ കണ്ടതും ശിവയുടെ മുഖം വിടർന്നു. പക്ഷേ ഭദ്ര അവളെ ദേഷ്യത്തോടെയാണ് നോക്കിയത്. അവൾ വിളിച്ചറിയിച്ചിട്ടും ഇതുവരെ മിത്ര തിരിഞ്ഞു നോക്കാതിരുന്ന ദേഷ്യമായിരുന്നു ഭദ്രയ്ക്ക്. എങ്കിലും കണ്ണുകൾ കലങ്ങി ആകെ ക്ഷീണിച്ചു നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ അവൾക്ക് വേദനയും തോന്നി. ശ്രീ, നീ വന്നോ മോളെ? നിന്നെ ഞാൻ ഇവരോടൊക്കെ അന്വേഷിച്ചു. എന്തേ ഇത്ര ദിവസം വരാതിരുന്നേ? ദത്തേട്ടനോട് പിണക്കത്തിലായിരുന്നോ? സോറിടാ, അന്നേരത്തെ ദേഷ്യത്തിന് പറഞ്ഞു പോയതാ, അവൻ സ്നേഹത്തോടെ അവളോട് പറഞ്ഞു. ഈ ജോലി ദത്തേട്ടൻ എന്നേക്കുമായി അവസാനിപ്പിക്കണം, അവൾ അവനോട് ഗൗരവത്തോടെ പറഞ്ഞു. ശിവ അവളെ മിഴിച്ചു നോക്കി. ഞാൻ പറഞ്ഞത് കേട്ടോ നിങ്ങൾ? അവൾ അവനോട് ദേഷ്യത്തോട് ചോദിച്ചു. ഒച്ച എടുക്കണ്ട ശ്രീ, ഞാൻ നിർത്താം, എല്ലാം നിർത്താം, പക്ഷേ എനിക്ക് കുറച്ച് സമയം വേണം, അവനും ദേഷ്യത്തോടെ തന്നെ അവളോട് പറഞ്ഞു. മിത്രേ, നിനക്കിതെന്താ? ശിവേട്ടന് വയ്യാത്തല്ലേ? ഭദ്ര മിത്രയ്ക്ക് നേരെ ഒച്ചയുയർത്തി. ഞങ്ങൾക്കിടയിൽ ആരുടെയും അഭിപ്രായം എനിക്ക് കേൾക്കണ്ട. എനിക്ക് സംസാരിക്കാനുള്ളത് ശിവദത്തനോടാണ്. നീ അതിൽ ഇടപെടണ്ട, മിത്ര ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു. അവളുടെ ആ പുതിയ ഭാവത്തിൽ എല്ലാവരും പകച്ചു നിന്നു. ശിവ പതിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റു. എന്താടി നിനക്ക്? എന്താന്ന്? നാവ് ഒതുക്കിക്കോ നീ എൻ്റെ മുന്നിൽ. ശിവ അവളുടെ ശബ്ദമുയർത്തി. എൻ്റെ നാവ് അടപ്പിക്കേണ്ട നിങ്ങൾ ഈ പണി നിർത്തണം, അവൾ വാശിയോടെ പറഞ്ഞു. നടക്കില്ല, പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ശിവ പറഞ്ഞു. എങ്കിൽ നമുക്ക് പിരിയാം, അവൾ ഇടർച്ചയുടെ സ്വരത്തിൽ പറഞ്ഞു. എന്താ? ശിവ അവളെ പകപ്പോടെ നോക്കി. പറയടി, എന്താ നീ ഇപ്പോൾ പറഞ്ഞതെന്ന് അവൻ അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ച് ചോദിച്ചു. അവൾ ആ കൈ തട്ടിമാറ്റി. എന്തേ? ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? എനിക്ക് നിങ്ങളെ വേണ്ട. നിങ്ങളെപ്പോലൊരു വാടക കൊണ്ടേ കിട്ടിയതുകൊണ്ട് വിധവയായി കഴിയാൻ എന്നെക്കൊണ്ട് പറ്റില്ല. എനിക്ക് അറപ്പ, നിങ്ങളെ വെറുപ്പ, അവൾ ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു. മിത്രേ, ഭദ്രയും വിഷ്ണുവും ശബ്ദമുയർത്തി. അവൾ മറുപടി പറഞ്ഞില്ല. ഞാൻ വാടക കൊണ്ടാണെന്ന് നിനക്കറിയാമായിരുന്നില്ലേ? അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ നീ എന്നെ പ്രണയിച്ചത്? പിന്നെ എന്താടി നായിൻ്റെ മോളെ ഇപ്പോൾ നിന്റെ മറ്റേടത്ത വർത്താനം പറയുന്നത്? ശിവ ഉയർന്ന ദേഷ്യത്തോടെ ചോദിച്ചു. സൂക്ഷിച്ച് സംസാരിക്കണം, അവൾ അവന് നേരെ വിരൽ ചൂണ്ടി. അവൻ അവളെ പുച്ഛത്തോടെ നോക്കി. എന്താടി, നിന്റെ തന്ത വല്ല പണച്ചാക്കിനെയും കണ്ടുവച്ചിട്ടുണ്ടോ നിനക്ക് വേണ്ടി? തന്തയുടെ അല്ലേ മോൾ, സ്വത്തിനോടും പണത്തിനോടും ആകും ആർത്തി, അവൻ പുച്ഛിച്ചു. ശിവദത്തൻ, സൂക്ഷിച്ച് സംസാരിക്കണം. എൻ്റെ അച്ഛനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ആ മനസ്സെന്താണെന്ന് എനിക്ക് നന്നായി അറിയാം, അവൾ പറഞ്ഞു. മതിയടി നിന്റെ തന്തയുടെ കൊണവധികാരം വിളമ്പിയത്. അയാൾ സ്വന്തമായി ബിസിനസ്സൊക്കെ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നൊക്കെ അന്വേഷിച്ചാൽ അറിയാം. ശിവയ്ക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. എന്തായാലും നിങ്ങളെപ്പോലെയല്ല എൻ്റെ അച്ഛൻ ക്യാഷ് ഉണ്ടാക്കുന്നത്. തന്നെ പോലെ ഒരുത്തനാണല്ലോ പ്രണയിച്ചെന്ന് ഓർക്കുമ്പോൾ എനിക്കിപ്പോൾ എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു. എൻ്റെ അച്ഛനെ പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരം? ജനിപ്പിച്ച അച്ഛനും അമ്മയും ആരാണെന്നറിയാത്ത താനാണ് എൻ്റെ അച്ഛൻ. ബാക്കി പറയും മുൻപ് അവൻ്റെ കൈകൾ അവളുടെ കവളിൽ ഉയർന്നു താഴ്ന്നിരുന്നു. പകപ്പോടെ അവൾ അവനെ നോക്കി. പൊടി പൊടി എൻ്റെ മുന്നിൽ നിന്ന് കടന്നു പോ, അവൻ ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു. അവൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു. അവനെ വേദനയോടെ നോക്കിക്കൊണ്ട് അവൾ അവിടെ നിന്നും ഇറങ്ങി. ഓർമ്മകളിൽ നിന്നും മിത്ര ഞെട്ടി കണ്ണു തുറന്നു. കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങി. എൻ്റെ ദത്തേട്ടനല്ലേ, എന്നും കൂടെ ഉണ്ടാകാൻ വേണ്ടിയില്ല ഞാനന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്ത് കാരണം കൊണ്ടാണെങ്കിലും അവനൊരു അനാഥനാണെന്ന് അവനെ വീണ്ടും ഓർമ്മിപ്പിച്ചതിൽ അവൾക്ക് വേദന തോന്നി. അവൾ കണ്ണുകൾ അമർത്തി തുടച്ചു. മിത്ര അടഞ്ഞു കിടക്കുന്ന വാതിൽക്കലേക്കൊന്ന് നോക്കി പതിയെ ആ സോഫയിൽ തന്നെ ചുരുണ്ടുകൂടി കിടന്നു. രാവിലെ ആദ്യം ഉണർന്നത് ശിവയായിരുന്നു. അവന് നന്നായി തലവേദനിക്കുന്നുണ്ടായിരുന്നു. അവൻ തലയ്ക്ക് കൈകൊടുത്ത് അങ്ങനെ തന്നെ ഇരുന്നു അല്പനേരം. തലേന്ന് രാത്രിയിൽ നടന്ന സംഭവങ്ങൾ അവന് അപ്പോഴാണ് ഓർമ്മ വന്നത്. അതിൻ്റെ ഫലമായി അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. പെട്ടെന്ന് അവൻ ഞെട്ടിക്കൊണ്ട് വാതിൽക്കലേക്കൊന്ന് നോക്കി. അടഞ്ഞുകിടക്കുന്ന വാതിൽ കണ്ട് അവൻ പെട്ടെന്ന് പിടഞ്ഞെഴുന്നേറ്റ് വാതിൽ തുറന്നു. സോഫയിൽ ചുരുണ്ടുകൂടി കിടന്നുറങ്ങുന്ന അവളെ കാണെ അവൻ്റെ മുഖത്ത് വാത്സല്യം നിറഞ്ഞു. അവൻ പതിയെ അവൾക്കടുത്തേക്കിരുന്നു.